നമസ്കാരം, ചങ്കല മുനീറാണ്. ഇന്നൊരു യാത്ര പോകുമ്പോൾ കണ്ടതാട്ടോ ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. അത് അറിയുന്നവരെന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ണില്ലാക്കുരുടിയാണെന്നൊക്കെയാണ് പറയണത്. പക്ഷേ എനിക്ക് ഇത് ഇത്രയും വലുപ്പം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണ്ണില്ലാക്കുരുടി ഇത്രയൊക്കെ വലുപ്പം ഉണ്ടാവുമോ? ഒരു പാമ്പിൻ്റെ അത്ര വലുപ്പവും കാര്യങ്ങളും തടിയും നീളമൊക്കെ ഉണ്ട്. ഇത് കണ്ണില്ലാക്കുരുടിയാണെന്നാണ് എൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞത്. പക്ഷെ ഇതെന്താണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കണ്ടിട്ട് പാമ്പായിട്ടും തോന്നണില്ല, കാരണം പാമ്പിൻ്റെ തലയോ കാര്യങ്ങളൊന്നും അല്ല. പിന്നെ മറ്റുള്ളവർ പറഞ്ഞത് കണ്ണിലാക്കുരുടി ആണെന്നാണ്. പക്ഷേ കണ്ണിലാക്കുരുടി ഇത്ര വലുപ്പത്തിലും ഇത്ര തടിയിലും നീളത്തിലൊക്കെ ഉണ്ടാവുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കണ്ടിട്ട് കണ്ണിലാക്കുരുടി പോലെ തന്നെ ഉണ്ടേനും, പക്ഷേ അത് ഇത്രയും വലുപ്പത്തിലും ഇത്രയും നീളത്തിലും തടിയും കാര്യങ്ങളും ഇത്രയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ആദ്യമായിട്ട് കാണാണ് ഇത്ര വലുപ്പമുള്ള ഒരു കണ്ണിലാക്കുരുടി. എന്തോ ഒരു വലുപ്പവും കാര്യങ്ങളാണ്. ഒരു പാമ്പിൻ്റെ അത്ര നീളവും തടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും അറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മളെ വീടിൻ്റെ അടുത്തും ചുറ്റുപാടും വീട്ടിലൊക്കെ വരും. അപ്പം മാക്സിമം എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇതിന് വിഷം ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി. അത്രയും ഒരു തടി നീളമൊക്കെ ഉള്ളൊരു കണ്ണിലാക്കുരുടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്ര വലുപ്പമുള്ളൊരു കണ്ണിലാക്കുരുടി ഞാൻ കണ്ടിട്ടില്ല. ഏതാ സാധനം നല്ല തടി നീളമൊക്കെ ഉള്ള നല്ലൊരു പാമ്പിനെ പോലത്തെ ഒരു കണ്ണിലാക്കുരുടി. ഇത് കടിച്ചാൽ, ഇത് കുത്തി കഴിഞ്ഞാൽ എന്താവും എന്തോ ഒന്നും അറിയില്ല. ഇതിന് വിഷമുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല. ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മറ്റുള്ളവർ അറിവിലേക്ക് വേണ്ടിയിട്ടൊന്ന് കമൻറ്റ് ചെയ്താലും എല്ലാവർക്കും അറിയാലോ. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും മറക്കരുത്. എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.